അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്, ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ്. നിങ്ങളെയും കൂടെ ഒരുമിച്ച് എല്ലാരും കൂടെ പോവാ അല്ലെ? എവിടെ പോകണം നമ്മള്? എവിടെയാണ്? ഹോസ്പിറ്റൽ. എവിടെ പോകണം നമ്മള്? ഹോസ്പിറ്റൽ. പക്ഷെ ഹോസ്പിറ്റലല്ല പോണത്, നമ്മള് പോണത് വേളാങ്കണ്ണിയിലാണ്. ആണ് ഹോസ്പിറ്റലിൽ വേളാങ്കണ്ണിയിലാണ്. അപ്പൊ അത് ഇവരോട് പറയാനാണ് നമ്മള് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അവരോട് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കൂലേ ഇപ്പൊ പോകും എങ്ങനെ പോകും അങ്ങനെ കൊണ്ട് നമ്മള് അത് പറയാണ്ടാണ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് രാത്രിത്തെ ട്രെയിനിന് പോയിട്ട് തിരിച്ചു വരുന്നതും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രാത്രി പോകുന്ന ട്രെയിൻ അല്ല, ഉച്ചയ്ക്ക് നോർത്തോ സൗത്തോ? സൗത്ത്. ഉച്ചയ്ക്ക് വണ്ടുപോയ ഉച്ചയ്ക്ക് 1 മണിക്ക് സൗത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ. അത് കോട്ടയം വഴി തെങ്കാശി അങ്ങനെ പോയിട്ട് രാവിലെ 5 മണിക്ക് വേളാങ്കണ്ണിയിലെത്തും. ഡയറക്റ്റ് വേളാങ്കണ്ണിയിലെത്തും, അല്ലാണ്ട് നമ്മള് നാഗപട്ടണത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വരണ്ട, വേളാങ്കണ്ണിയിലെത്തും. അപ്പൊ ആ ട്രെയിനിൽ എങ്ങനെ പോയി വരാം എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാണ്ട് ഒരു ദിവസം കൊണ്ട് വേളാങ്കണ്ണി പോയി വരാം എന്നുള്ളതാണ് ആ ട്രെയിനിന്റെ ഗുണം. എല്ലാ ദിവസവും ആ ട്രെയിൻ ഇല്ല, ശനിയാഴ്ചയും പിന്നെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ആ ട്രെയിൻ ഉള്ളത്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ എല്ലാം എടുത്തിട്ടാണ് പോരുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ചോറ്, മീൻകറി. ഈ ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കഴിക്കാനുള്ള പത്തിരിയുടെ ഒപ്പമാണ്. പത്തിരി വാങ്ങിച്ചു, എന്നിട്ട് പത്തിരിയും ചിക്കൻ കറിയും. പിന്നെ നമ്മൾ ഈസ്റ്ററിൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെമൺ റൈസ് അല്ലേ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ലെമൺ റൈസ് ഉണ്ടാക്കി. അതിനാണ് ഈ ബീഫ്. പിന്നെ എന്തെങ്കിലും ഒരു കറി വാങ്ങിക്കേണ്ടി വരും പുറത്തുനിന്ന്, ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. മീൻ ഉച്ചയ്ക്കത്തെ ചോറിനായിരുന്നു. ചോറും മീൻകറിയും. പച്ചക്കറി എന്തെങ്കിലും എടുക്കാമെന്ന് കരുതി, പക്ഷെ പിള്ളേർ അങ്ങനെ പച്ചക്കറി അങ്ങനെ കഴിക്കത്തില്ല. വീട്ടിലാണെങ്കിൽ നമുക്ക് നിർബന്ധിച്ചൊക്കെ കഴിപ്പിക്കാൻ പറ്റുമല്ലോ. ട്രെയിനിലേക്ക് ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും നമുക്കും അവിടെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റില്ല, ഇതൊന്നും കഴിക്കത്തുമില്ല. അത് കാരണം ഈ ചെമ്പല്ലിയാണ് കിട്ടിയത്. അപ്പോൾ അതങ്ങ് വറുത്ത് എടുത്ത്. പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു. ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയൊക്കെ ചോറിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ എടുത്തു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയത്. ഈ ലെമൺ റൈസൊക്കെ എല്ലാം പാക്ക് ചെയ്തെടുത്തു. അതല്ല, ലെമൺ റൈസിൻ്റെ ഒപ്പം ഈ ബീഫ് സാറൊക്കെ അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കറി എന്തായാലും വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ എമ്മിക്കുട്ടിയുടെ ബോക്സിലൊക്കെ പേരൊക്കെ എഴുതി. ഇതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അവർക്ക്. പ്രത്യേകിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോകുന്ന കാര്യം. പാക്ക് ചെയ്തത് പോലും ഞങ്ങൾ ഇവരൊന്നും കാണിക്കാതെ, ഇവർക്ക് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ, സ്കൂളുണ്ടായിരുന്ന ദിവസങ്ങളിലേ തന്നെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈസ്റ്റർ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ തന്നെയുള്ള നല്ല കടകളുണ്ടല്ലോ, നല്ല ഫുഡ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് കഴിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി പോകുന്നത് കേട്ടോ. പിന്നെ രാത്രി ഞങ്ങൾ പോയിട്ട് ഫിഷ് കഴിക്കാമെന്നാണ് വിചാരിക്കണേ. അത് നല്ല അടിപൊളിയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ് പുറപ്പെടുന്നത്. അപ്പോൾ കൃത്യം 1 മണിയാകുമ്പോഴേക്കും ഈ ട്രെയിൻ അവിടെ നിന്ന് എടുക്കും കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് വേറൊരു ട്രെയിനിൽ കയറി അങ്ങോട്ട് പോകാൻ പറ്റും. എഴുപുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണല്ലോ നമ്മൾ താമസിക്കണേ. അപ്പം നമ്മുടെ വാതിൽക്കൽ തന്നെയാണല്ലോ സ്റ്റേഷൻ. അപ്പം ഞങ്ങൾ 11 മണിക്ക് കേട്ടോ, 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ട്രെയിനുണ്ട്. ആക്ച്വലി 10:30-ക്കാണ്, പക്ഷേ ഈ ട്രെയിൻ ഒരു 11 മണിക്ക് വരുള്ളൂ. അപ്പം ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മുടെ എഴുപുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് അത് കാറിന് കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ കാറ് നമ്മൾ സൗത്തിലിടുവാണെങ്കിലേ ഈ 2 ദിവസത്തേക്ക് ഒരു 600 രൂപകളൊക്കെ ആവും പാർക്കിംഗ് ഫീ. അപ്പോൾ അത് വേണ്ടല്ലോ, ഇവിടെ നമുക്ക് ട്രെയിനിന് പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. പക്ഷേ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ചില സമയങ്ങളിലൊക്കെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ആളുണ്ടാവും. ഇന്നത്തെ ദിവസം അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ലായിരുന്നു, പൂട്ടിട്ടേക്കുമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ട്രെയിൻ വരുന്നതിന് മുന്നേ വരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും വന്നില്ല. ഞങ്ങൾ പിന്നെ ഓൺലൈനായിട്ട് നമ്മൾക്കൊരു ആപ്ലിക്കേഷനുണ്ട് റെയിൽവേയുടെ തന്നെ. അപ്പം UTS എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇതുപോലെ പാസഞ്ചറിനൊക്കെ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ സ്റ്റേഷനിൽ നിന്നൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അവിടെ ആളില്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന്, റെയിൽവേയുടെ തന്നെ ആപ്ലിക്കേഷനാണ്, അപ്പോൾ അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാസഞ്ചർ വന്നപ്പോൾ അതിനകത്ത് കയറി. ഒരു 11:30 11:30 ആയില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, സൗത്തിലെത്തി. അപ്പം നമ്മളുടെ ഈ ഒരു ട്രെയിൻ വരുന്നത്, നമ്മൾക്ക് വേളാങ്കണ്ണി എക്സ്പ്രസ് വരുന്നത് അവിടെ തന്നെ പ്ലാറ്റ്ഫോം 5-ലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്ലാറ്റ്ഫോം 5-ൽ പോയിരുന്നു. ഇതാണോ ഇത്?
ഞങ്ങളെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ട് ഇരുത്തിയിട്ട് ഡോർഫിൻ എൻ്റെ 2-3 മെഡിസിൻസ് ഒക്കെ തീർന്നിരിക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് പിന്നെ അങ്ങ് പോയി. പിന്നെ അതെല്ലാം വാങ്ങിയിട്ടാണ് ആൾ തിരിച്ചു വന്നത്. കാരണം ഗുഡ് ഫ്രൈഡേ ഒക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊന്നും നമ്മുടെ ഏരിയയിലൊന്നും മെഡിസിനും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതില്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഈ ചോറൊക്കെ കെട്ടി കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കയ്യിൽ എന്തെങ്കിലും പൊതിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാനൊക്കെ. അപ്പം നേരത്തെ പ്ലാറ്റ്ഫോമിലിരുന്നേ കഴിക്കാനായിട്ട് ഇങ്ങനെ തിടുക്കം കൂട്ടിയെങ്കിലും നടന്നില്ല, പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിനകത്ത് കയറി അവിടെ ഇരുന്നങ്ങ് ഊണൊക്കെ കഴിച്ചു. കറക്റ്റ് 1 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ നേരത്തെ കഴിച്ചുകൊണ്ട് വിശപ്പുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം പരിപാടിയാണ്, നമ്മൾക്ക് എപ്പോഴും അപ്പർ ബർത്തും മിഡിൽ ബർത്തുമേ ബുക്ക് ചെയ്യുള്ളൂ. അപ്പം ഇതുങ്ങൾക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ മേളിൽ കയറിക്കൊണ്ടേയിരിക്കണം. കുറേ നേരം പിന്നെ എമ്മിയും റബേക്കയൊക്കെ മേളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഷ്റൂമിൽ പോവുക, ഇടയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറുക, താഴ്ത്തിറങ്ങുക, ഇതൊക്കെ തന്നെ പണിയായിരിക്കും. പിന്നെ കുറച്ച് നേരം നമ്മൾ മൊബൈലിലൊക്കെ നോക്കാൻ വേണ്ടി കൊടുത്തു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. ഞാനും സാറയും റബേക്ക എല്ലാവരും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ ഉറങ്ങി. ആ സമയത്തൊന്നും നമ്മുടെ ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും തിരക്ക് ആയത് കൊല്ലം സ്റ്റേഷനിൽ ചെന്നപ്പോഴാട്ടോ. കൊല്ലത്തങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് കയറി, നല്ല തിരക്കായി. ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത്. കോട്ടയം വഴി പോകും. പിന്നെ കൊല്ലത്തുനിന്ന് പിന്നെ വേറെ എഞ്ചിനൊക്കെ മാറ്റി തിരിഞ്ഞു പോരുവാണല്ലോ. പുനലൂർ, തെങ്കാശി അങ്ങനെയൊക്കെ പോരുവാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ ഈ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും സമൂസ ട്രെയിനിൽ വരുമ്പോൾ നമ്മുടെ എമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ സമൂസയും ചായ നമ്മൾ ഫ്ലാസ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പം ചായയൊക്കെ വാങ്ങിക്കഴിച്ചു. ഈ ഒരു സംഭവം ഇപ്പോഴും ട്രെയിനിലുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് കാണാനില്ലായിരുന്നു. ഇതുപോലെ ഒരു സ്ലിപ്പൊക്കെ കൊണ്ട് തന്നിട്ട് നമ്മളോട് ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കുന്നത് കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ അങ്ങനെ വീണ്ടും കണ്ടത്. പിന്നെ അതിനിടയിൽ നമ്മൾ ബുക്കൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ബുക്ക് വാങ്ങിച്ചു. എമ്മിക്കുട്ടിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ബുക്കുമായിട്ടൊരു ചേട്ടൻ വന്നപ്പോൾ അങ്ങനെ ബുക്കൊക്കെ വാങ്ങിച്ച് കുറേ നേരം അതൊക്കെ വായിച്ചിരുന്നു. അതിനിടയിൽ ഒരു കുട്ടിയെ പരിചയപ്പെട്ടതിനോടൊക്കെ ഭയങ്കര കൂട്ടായി ഇവർ കേട്ടോ. അവർ കൊല്ലത്തുനിന്ന് കയറിയതായിരുന്നു. അതിന് രാത്രി ഒരു 8 മണി, കറക്റ്റ് 8 മണിയായപ്പോൾ ഞങ്ങൾ പത്തിരിയും ചിക്കനൊക്കെ കഴിച്ച് കിടക്കാൻ കയറി. നല്ല ടയേർഡായിരുന്നു. കാരണം ഈ നമ്മൾ ഡേ ടൈമിൽ ഭയങ്കര ചൂടുമായിരുന്നല്ലോ. അപ്പം അത്രയും ആ ചൂടത്ത് ഇങ്ങനെ ഇരിപ്പ് തന്നെയല്ലേ. ട്രെയിൻ പിന്നെ തിരക്കായി കഴിഞ്ഞപ്പോൾ ഒന്ന് ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി. അത്രയും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഉറങ്ങി. രാവിലെ 5 മണിക്ക് എത്തേണ്ട ട്രെയിൻ കുറേ നേരമൊക്കെ പിടിച്ചൊക്കെ ഇട്ടതുകൊണ്ട് 1.5 മണിക്കൂറോളം പിടിച്ചിട്ടിരുന്നു കൊട്ടാരക്കരയിൽ. അപ്പോൾ അതുകൊണ്ട് 5:21 ആയപ്പോൾ, കറക്റ്റ് 5:21 ആയപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തി. എന്തായാലും ഉറങ്ങിയ സമയം വളരെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി കേട്ടോ. ടയേർഡായിരുന്നതൊക്കെ എല്ലാം മാറി. ഇപ്പോൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ വെയിലില്ല, ആ ഒരു തണുപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിലേക്കൊക്കെ പോകാനാണെങ്കിലും അടുത്താണെങ്കിൽ നടന്നു പോവാം, എളുപ്പത്തിൽ നടന്നു പോകാം. ഞങ്ങൾ കണ്ടോ 5:21 അപ്പം ഞങ്ങൾ നടന്നാണ് റൂമിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റൂമൊക്കെ കാണിച്ചു തരാം. നല്ല റൂമാണ്, മലയാളികളുടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പരിചയപ്പെട്ട ചേട്ടൻ്റെ തന്നെയാണ്. അപ്പം അവരുടെ ഫ്രണ്ട്സിൻ്റെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മൾ 2 ക്വീൻ സൈസ് കട്ടിലുണ്ട്. AC റൂമാണ്. 1700 രൂപയാണ്. നല്ലതാണ്, നല്ല റൂമാണ്. പിന്നെ നമ്മൾക്ക് ഉച്ചയ്ക്ക് 11 മണിയാകുമ്പോൾ ഇന്ന് മാറിക്കൊടുക്കണ്ട, നമ്മുടെ ട്രെയിനിൻ്റെ ആ ഒരു സമയം അനുസരിച്ച് മാറിയാൽ മതി. മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ തമിഴ് ഹോട്ടൽസിലൊക്കെ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പിറ്റേന്ന് നേരം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് മാറി കൊടുക്കണം. ഇത് നല്ലൊരു നീറ്റായിട്ടുള്ള റൂമാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്, ഈ ഒരു AC എടുക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾക്ക് AC കിട്ടിയില്ല. അപ്പോൾ ഈ ചേട്ടൻ തന്നെ വേറെ വേളാങ്കണ്ണിയിലെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പിന്നാലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വീഡിയോസ് ഇടാം കേട്ടോ. അപ്പം ഇപ്പോൾ എല്ലാവരും വന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നു. അപ്പോൾ ഞങ്ങളുടെ ലൈക്ക് ബോഗൺവില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹാപ്പി ഈസ്റ്റർ.